റമദാൻ ആയതോടെ സജീവമായിരിക്കുകയാണ് യാമ്പുവിലെ തെരുവുകൾ. ഇവിടെ റമദാന് മാത്രമായി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക തട്ടുകടകളാണ്. നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള പ്രത്യേക തട്ടുകടകളാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ വഴിയോരങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള തട്ടുകടകളുണ്ട്. ഇവിടെ ഏറ്റവും അധികം വിൽക്കുന്നത് സൗദി വിഭവങ്ങളാണ്, ഇവിടുത്തെ പരമ്പരാഗത വിഭവങ്ങളാണ്. ആ കാഴ്ചകൾ, അതിൻ്റെ കഥകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. റമദാൻ എത്തിയതോടെ ഉറങ്ങാത്ത രാവുകളാണ് യാമ്പുവിന്. രാത്രികാലങ്ങളിൽ ചെറിയ തട്ടുകടകളാൽ സജീവമാണ് തെരുവുകൾ. പരമ്പരാഗത രീതിയിലാണ് മിക്ക തട്ടുകടകളും നിർമ്മിച്ചിട്ടുള്ളത്. മുത്തബക്ക്, ഹുമൂസ്, താമിയ, കഹ്വ, അറേബ്യൻ കോഫി, സൂബിയ, അങ്ങനെ വ്യത്യസ്ത വിഭവങ്ങളാണിവിടെ. പടക്കം പൊട്ടിച്ചും വിവിധ കളികളിൽ മുഴുകിയും രാവേറും വരെ ഇവിടെ ചെലവഴിക്കുന്നവരിൽ ഏറെയും യുവാക്കളാണ്. نفسه هذا شكل هذا كده هذا رمضان كله ينبوع برا ينبوع شدة رياض كله شغل زي كده. ആധുനിക രീതിയിൽ നിർമ്മിച്ച തട്ടുകടകളും ഇവിടെ കാണാം. 6 മണിക്കൂറിലധികം വേവിച്ച മാട്ടിറച്ചിയും പൊരിച്ച ഉരുളക്കിഴങ്ങും ഹലാൽ വൈനും ചേർത്തുണ്ടാക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വിഭവം. ഇവിടുത്തെ 2 സ്പെഷ്യൽ ഡിഷസ് ആണ്. ഇവർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന 2 ഡിഷസ് ആണ്. ഇതുണ്ട് ചിപ്സും, പൊട്ടാറ്റോ ചിപ്സും ചേർത്തിട്ട് അതിൽ കുറച്ച് സാലഡൊക്കെ ചേർത്തിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. അതിനിടക്കാണ് അറബികളുടെ തട്ടുകടക്കകത്ത് നിന്ന് ഒരു മലയാളിയെ കണ്ടുകിട്ടിയത്. ഏത് മേഖലയിൽ ചെന്നാലും നമുക്കവിടെ ഒരു മലയാളിയെ തീർച്ചയായും കാണാൻ കഴിയും. ഇവിടെയും ഞങ്ങൾക്കൊരു മലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് വിശേഷം? എന്താ പേര്? ജാസിദ്. ഇപ്പൊ ഇത് നൈറ്റ് മാർക്കറ്റ് ആണല്ലോ, രാത്രി മാത്രല്ലേ? റമദാനുമായിട്ട് റമദാന് മാത്രമാണ്. എവിടെ സ്ഥലം? അമ്പാട് പുള്ളിപ്പാടം അല്ലേ? എങ്ങനെ ഇവിടെ ആളുകളൊക്കെ ഏത് രാജ്യക്കാരെ ഏറ്റവും അധികം വരുന്നത്? ഇവിടെ സൗദികളാണ് കൂടുതൽ. ഇത് എത്ര മണി വരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ആയിട്ടുണ്ട്. ഇത് 3 മണി വരെ ഉണ്ടാവും. 2 മണി 2:30. എന്തൊക്കെയാണ് നമ്മള് ഇവിടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താ കേക്ക് ബത്താദിസാണ് കൊടുക്കുന്നത്. വിഭവങ്ങൾക്ക് പുറമെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇവിടെയുണ്ട്. വിവിധ ചെറുകിട ഉൽപാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഇവർ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. This year in Fanus we give the people opportunity to see the people's stores from home. Actually we have 2 stores here, Aryam Sweets and Beauty Care by Taghreed. They work from home but we need the people to see their job. സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഇത്തരം തട്ടുകടകൾ സജീവമാണ് യാമ്പുവിൽ. സൗഹൃദങ്ങൾ പൂക്കുന്ന ഇത്തരം രാത്രി അനുഭവങ്ങൾ അറബികളുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. റമദാൻ അവസാനിക്കുന്നത് വരെ ഈ രാത്രി കാഴ്ചകൾ ഇവിടെ സൗദിയിലുടനീളം തുടരുക തന്നെ ചെയ്യും. യാമ്പുവിൽ നിന്നും നിയാസ് യൂസഫിനൊപ്പം നിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.